ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണ് എന്ന് മനസ്സിലാക്കാമെങ്കിൽ ആയത് ജീവിതത്തെക്കുറിച്ചൊരു വ്യത്യസ്ത വീക്ഷണഗതിയിൽ നമ്മെ കൊണ്ടെത്തിക്കും. ദൈവം എന്നെ കൈവിട്ടു എന്ന ചിന്തയിലാണ് പലരും മുൻപോട്ട് പോകുന്നത് തന്നെ. അത് ശരിയല്ല. ഇന്നത്തെ പഠനത്തിൽ ഇതാ അതിമഹത്തായ ചില പാഠങ്ങൾ. ജീവസന്ദേശത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ നാം കണ്ടത് മറക്കപ്പെട്ട് തള്ളപ്പെട്ട് തടവറയിൽ കഴിയുന്ന യോസഫിനെയാണ്. എന്നാൽ ഇതെല്ലാം അവൻ്റെ ജീവിതത്തിൽ ദൈവോദ്ദേശം നിറവേറേണ്ടതിനായിട്ടാണ് സംഭവിച്ചതെന്ന് കാണുന്നു. ഇന്ന് ദൈവത്തിൻ്റെ കരം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അത് ജീവിതത്തെക്കുറിച്ചൊരു വ്യത്യസ്ത വീക്ഷണഗതി നമുക്ക് നൽകും. ദൈവം ആകെ കൈവിട്ട് എന്ന ധാരണയിലാണ് പലരും മുൻപോട്ട് പോകുന്നത്. ഫറവോന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ യോസഫിനെ തടവറയിൽ നിന്നും സ്വതന്ത്രനാക്കുന്നതാണ് ഈ 41 അധ്യായത്തിൽ നാം ഇന്ന് കാണുന്നത്. മിസ്രൈമിൻ്റെ, അതായത് ഈജിപ്തിൻ്റെ മൊത്തം ഭരണാധികാരിയായി യോസഫിനെ ആക്കി വെക്കുകയും തുടർന്ന് അവൻ വിവാഹിതനായി 2 കുട്ടികൾ ഉണ്ടാകുന്നതുമാണ് 41 അധ്യായത്തിലെ വിഷയങ്ങൾ. കുടിലിൽ നിന്നും കൊട്ടാരത്തിലേക്ക്, ദാരിദ്ര്യത്തിൽ നിന്നും സമ്പന്നതയിലേക്കുള്ള ഒരു കുതിപ്പിൻ്റെ കഥയാണ് നാം ഇവിടെ കാണുന്നത്. യോസഫിൻ്റെ ഈ ചരിത്രത്തെക്കാൾ ആവേശജനകമായ വേറൊരു സംഭവം വാസ്തവത്തിൽ എനിക്കറിയില്ല സുഹൃത്തെ. ഈ അധ്യായത്തിൽ യോസഫിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരം നാം വ്യക്തമായി കാണുന്നു. പ്രതിസന്ധികൾ നിറഞ്ഞ ആ കാലയളവിൽ പോലും യോസഫ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുതൽ മനസ്സിലാക്കിയിരുന്നു. ഇത് അവനിൽ ആത്മാവിൻ്റെ ഫലമായ അനേകം സ്വഭാവ ഗുണങ്ങൾ വളർത്തി എന്ന് നാം കാണുന്നു. അതിലൊന്ന് ക്ഷമയായിരുന്നു. റോമാലേഖനം 5 അധ്യായത്തിൻ്റെ 3 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യം, അതായത് കഷ്ടത സഹിഷ്ണുത ഉളവാക്കുന്നു എന്നത് ഉറപ്പായി തെളിയിച്ച ജീവിതമാണ് യോസഫിൻ്റേത്. വാസ്തവത്തിൽ യോസഫിൻ്റെ ജീവിതം എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. ഇത് വായിക്കുന്ന ഏതൊരാൾക്കും ഇത് വലിയ പ്രോത്സാഹനമായിരിക്കും. ദൈവത്തിൻ്റെ വഴികൾ എത്ര അഗോചരമാണ്. സമ്പൂർണ്ണ സമർപ്പണം മാത്രമാണ് അനുഗ്രഹത്തിനുള്ള ഏക മാർഗം. യോസഫിൻ്റെ ജീവിതത്തിലൂടെ നാം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ അധ്യായത്തിൽ നാം കണ്ടത് ഫറവോന്റെ അപ്പക്കാരുടെ പ്രമാണിക്കും പാനപാത്രവാഹകരുടെ പ്രമാണിക്കും യോസഫ് അവരുടെ സ്വപ്നങ്ങൾ ശരിയായി വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതാണ്. ഇപ്പോഴിതാ ദൈവം ഫറവോന് തന്നെ ഒരു സ്വപ്നം നൽകുന്നതായി 41 അധ്യായത്തിൽ നാം വായിക്കുന്നു. 2 സംവത്സരം കഴിഞ്ഞ ശേഷം ഫറവോൻ ഒരു സ്വപ്നം കണ്ടതെന്തെന്നാൽ, കഴിഞ്ഞ അധ്യായത്തിന് ശേഷം 2 വർഷങ്ങൾ കൂടി കഴിഞ്ഞു എന്നോർക്കണം. ഓരോ ദിവസവും തള്ളി നീക്കുവാൻ യോസഫ് എന്ത് പാടുപെട്ട് കാണും. എന്തെങ്കിലും ഒന്ന് സംഭവിക്കുവാനുള്ള യോസഫിൻ്റെ നീണ്ട കാത്തിരിപ്പ്. പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല. ദൈവത്തിൽ ആശ്രയിക്കുകയല്ലാതെ എന്തു ചെയ്യാൻ സാധിക്കും? പരിചയക്കാരാരുമില്ല. തനിക്ക് ഒരു ആലോചന പറഞ്ഞു കൊടുക്കുവാൻ പോലും ആരുമില്ലാത്ത സ്ഥിതി. 2 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അവൻ നദീതീരത്ത് നിന്നു. അപ്പോൾ രൂപഗുണവും മാംസപുഷ്ടിയുമുള്ള 7 പശു നദിയിൽ നിന്ന് കയറി ഞാങ്ങണയുടെ ഇടയിൽ മേഞ്ഞുകൊണ്ടിരുന്നു. അവയുടെ പിന്നാലെ മെലിഞ്ഞും വിരൂപമായുമുള്ള വേറെ 7 പശു നദിയിൽ നിന്ന് കയറി നദീതീരത്ത് മറ്റേ പശുക്കളുടെ അരികെ നിന്നു. മെലിഞ്ഞും വിരൂപമായുമുള്ള പശുക്കൾ രൂപഗുണവും മാംസപുഷ്ടിയുമുള്ള 7 പശുക്കളെ തിന്നുകളഞ്ഞു. അപ്പോൾ ഫറവോൻ ഉണർന്നു. പശുവിനെ തിന്നുന്നത് സ്വപ്നത്തിൽ മാത്രമേ സംഭവിക്കൂ എന്ന് മറക്കണ്ട. ഫറവോൻ പശുക്കളെ സ്വപ്നം കാണുകയാണ്. രൂപഗുണവും മാംസപുഷ്ടിയുമുള്ളതുമായ 7 പശുക്കൾ. തുടർന്നവൻ മെലിഞ്ഞ 7 പശുക്കളെ കാണുന്നു. ഇത് വിചിത്രമായ ഒരു സ്വപ്നമാണെന്ന ചിന്തയിലാണ് ഫറവോൻ ഉണർന്നെഴുന്നേറ്റത്. അത്
താൻ രാത്രിയിൽ കഴിച്ച ഏതെങ്കിലും ആഹാരത്തിൻ്റെ കുഴപ്പം കൊണ്ട് സംഭവിച്ചതാകാം എന്നൊക്കെ ചിന്തിച്ചായിരിക്കും അവൻ പിന്നെ കിടന്ന് ഉറങ്ങുവാൻ പോയത്. അവന് വ്യാഖ്യാനം ലഭിച്ചില്ലെന്ന് മാത്രമല്ല, അവനെ സഹായിക്കുവാൻ ആരും ഉണ്ടായിരുന്നുമില്ല. ഏതായാലും ആദ്യത്തെ സ്വപ്നം കണ്ടുണർന്നതിന് ശേഷം ഫറവോൻ വീണ്ടും ഉറങ്ങി. അപ്പോൾ അടുത്തൊരു സ്വപ്നം ഇതാ. ആദ്യം കണ്ടതിനോട് വളരെ സാമ്യമുള്ള ഒരു സ്വപ്നം. ഇപ്പോൾ പശുക്കളുടെ സ്ഥാനത്ത് കതിരുകൾ ആയിരുന്നു എന്ന് മാത്രം. 8-ാം വാക്യത്തിൽ നാം കാണുന്നത്, പ്രാതകാലത്ത് അവൻ വ്യാകുലപ്പെട്ട് മിസ്രൈമിലെ മന്ത്രവാദികളെയും ജ്ഞാനികളെയും എല്ലാം ആളയച്ചു വരുത്തി. അവരോട് തന്റെ സ്വപ്നം പറഞ്ഞു. എന്നാൽ വ്യാഖ്യാനിപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. ഫറവോൻ ഈ മന്ത്രവാദികളെയും ജ്ഞാനികളെയും വിളിച്ച് തന്റെ സ്വപ്നം വിവരിക്കുമ്പോൾ ആ പാനപാത്രവാഹകരുടെ പ്രമാണി ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നിരിക്കണം. അവന്റെ ജോലി തന്നെ ഫറവോന്റെ അടുത്ത് നിന്ന് ഫറവോന് കുടിക്കുവാൻ വല്ലതുമൊക്കെ കൊടുക്കുന്ന പണിയാണല്ലോ. ഈ ജ്ഞാനികളൊന്നും ഫറവോന്റെ സ്വപ്നം വ്യാഖ്യാനിക്കാതെ വന്നപ്പോൾ പാനപാത്രവാഹകരുടെ പ്രമാണി സംസാരിച്ചു. 9-ാം വാക്യത്തിൽ അതാണ് നാം കാണുന്നത്. അപ്പോൾ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി ഫറവോനോട് പറഞ്ഞത്, ഇന്ന് ഞാൻ എൻ്റെ കുറ്റം ഓർക്കുന്നു. ഇതിനെ വെറുതെ കുറ്റമെന്ന് പറഞ്ഞു വിടാൻ ഒക്കുമോ? ഞാൻ അതിൽ കൂടുതൽ ഇതിൽ കാണുന്നുണ്ട്. അവൻ കാണിച്ചത് പാപമായിരുന്നു. എന്നാൽ ഇതെല്ലാം ദൈവത്തിൻ്റെ കരുതലിൽ ഉണ്ടായതാണ് എന്നതാണ് സത്യം. ദൈവാധീനം എന്ന് നമ്മൾ പറയുമല്ലോ, അതുതന്നെ. ദൈവമാണ് സകലത്തെയും നിയന്ത്രിച്ചത്. ഇതിനു മുൻപ് ഈ മനുഷ്യനെ അത് ഓർപ്പിക്കാതിരുന്നതും അതിനുള്ളൊരവസരം കിട്ടാതിരുന്നതുമൊക്കെ ദൈവത്തിൻ്റെ നിയോഗമായിരുന്നു. നാം അവയെ സാഹചര്യങ്ങൾ അവിചാരിതമായി ഒന്നിച്ചു പ്രവർത്തിച്ചു എന്നൊരു പക്ഷേ ചിന്തിച്ചേക്കാം, പറഞ്ഞേക്കാം. യോസഫിന്റെ ജീവിതത്തിലെ പ്രതികൂല അനുഭവങ്ങൾ ആ സമയത്ത് മനസ്സിലാക്കുവാൻ പ്രയാസമായിരുന്നു. എന്നാൽ അവ ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി സംഭവിക്കുവാൻ ദൈവം അനുവദിക്കുകയായിരുന്നു എന്നിപ്പോൾ നമുക്കറിയാം. ഇപ്പോഴിതാ പാനപാത്രവാഹകരുടെ പ്രമാണി പറയുന്നു, അയ്യോ യജമാനനെ, ഇപ്പോഴാ ഞാൻ ഓർക്കുന്നത്, അന്ന് പണ്ട് തടവറയിൽ കിടന്നപ്പോൾ എന്നോടുകൂടെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനോട് ഞാൻ പറഞ്ഞ വാക്ക് ഞാനിപ്പോൾ ഓർക്കുന്നു. അവനെക്കുറിച്ച് ഫറവോനോട് പറയാമെന്ന് ഞാൻ ഉറപ്പുകൊടുത്തതാണ്. ഫറവോനെ, സ്വപ്നം വ്യാഖ്യാനിക്കുവാൻ ആ ചെറുപ്പക്കാരന് പ്രത്യേക കഴിവുണ്ട്. തുടർന്ന് പാനപാത്രവാഹകന്മാരുടെ പ്രമാണി ഫറവോനോട് തൻ്റെ അന്നത്തെ അനുഭവം പറഞ്ഞു. അതായത് യോസഫ് എങ്ങനെയാണ് സ്വപ്നത്തിൻ്റെ അർത്ഥം വിവരിച്ചതെന്ന്. അപ്പോൾ ഫറവോൻ പറഞ്ഞു, ഇവിടെ ഉണ്ടായിരുന്ന സകലരെയും ഞാൻ നോക്കി, ഒരുത്തനും സ്വപ്നത്തിൻ്റെ അർത്ഥം പറഞ്ഞു തരുവാൻ അറിയില്ല. ഏതായാലും നീ പറയുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, നിന്റെയും അപ്പക്കാരൻ്റെയും സ്വപ്നം വ്യാഖ്യാനിച്ച ആ മനുഷ്യൻ, നമുക്ക് അവനെ തന്നെ ഒന്ന് വരുത്താം. കാരണം എൻ്റെ സ്വപ്നങ്ങൾ പ്രസക്തമാകുവാനാണ് സാധ്യത. കാരണം ഞാനിത് ഒരുപോലുള്ളത് 2 പ്രാവശ്യം കണ്ടു കഴിഞ്ഞു. 14-ാം വാക്യത്തിൽ, ഉടനെ ഫറവോൻ ആളയച്ച് യോസഫിനെ വിളിപ്പിച്ചു. അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്നിറക്കി. അവൻ ക്ഷൗരം ചെയ്യിച്ചു. വസ്ത്രം മാറി ഫറവോന്റെ അടുക്കൽ ചെന്നു. യോസഫിനെ ക്ഷൗരം ചെയ്യിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചോ? അക്കാലങ്ങളിൽ എബ്രായർ ക്ഷൗരം ചെയ്തിരുന്നില്ല എന്നത് ഓർക്കണം. എന്നാൽ മിസ്രൈമ്യ പ്രതിമകളിലും ചിത്രങ്ങളിലുമൊക്കെ നാം കാണുന്നത് മുഖത്തെ രോമം മുഴുവൻ ക്ഷൗരം ചെയ്തിട്ടുള്ള മനുഷ്യരെയാകുന്നു. ഇതിനകത്തൊരു വലിയ ദൂത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ മനുഷ്യനെ ഇപ്പോൾ കാരാഗൃഹത്തിൽ നിന്നും വെളിയിൽ കൊണ്ടുവന്നു. അവൻ ക്ഷൗരം ചെയ്യുകയും തടവറയിലെ ആ മുഷിഞ്ഞ വസ്ത്രം മാറി കൊട്ടാരത്തിന് യോജിച്ച വൃത്തിയുള്ള വസ്ത്രം ധരിക്കുകയൊക്കെ ചെയ്തു. ഇവിടെ ഇതാ അവൻ്റെ മുൻപിലുള്ളതൊരു പുതിയ ജീവിതമാകുന്നു, ഒരു പുതിയ മനുഷ്യൻ. ഇത് വാസ്തവത്തിൽ പുനരുദ്ധാനത്തിൻ്റെ പ്രതീകമാണ്. അവൻ ഉയർത്തപ്പെട്ടു, കുണ്ടറയിൽ നിന്നും വെളിയിൽ വന്നു, ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു. ഇപ്പോഴവൻ ജാതികളുടെ അടുത്തേക്ക് പോകുന്നു. ക്രിസ്തുവിനെക്കുറിച്ചുള്ള എത്ര മഹത്തായൊരു ചിത്രമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. 15ഉം 16ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, ഫറവോൻ യോസഫിനോട്, ഞാനൊരു സ്വപ്നം കണ്ടു, അതിനെ വ്യാഖ്യാനിപ്പാൻ ആരുമില്ല. എന്നാൽ നീ ഒരു സ്വപ്നം കേട്ടാൽ വ്യാഖ്യാനിക്കുമെന്ന് നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു.
അതിന് യോസഫ് ഫറവോനോട്, ഞാനല്ല, ദൈവം തന്നെ ഫറവോന് ശുഭമായൊരു ഉത്തരം നൽകും എന്ന് പറഞ്ഞു. യോസഫ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് ശ്രദ്ധിച്ചോ? യോസഫിന്റെ കാഴ്ചപ്പാടിൽ സകല മഹത്വവും ലഭിക്കേണ്ടത് ദൈവത്തിനാണ്. അവനറിയാം ഈ കഴിവ് ദൈവമാണ് അവന് നൽകിയത് എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യം വീണ്ടും ആവർത്തിക്കട്ടെ. തൻ്റെ എല്ലാ നേട്ടങ്ങളിലും മഹത്വം ദൈവത്തിന് തന്നെ ലഭിക്കുവാൻ ഒരു ദൈവ പൈതൽ ശ്രദ്ധയോടുകൂടിയിരിക്കണം. പലപ്പോഴും വലിയ നേട്ടങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ നാം നമ്മിൽ തന്നെ പുകഴുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മറന്നുപോവുകയുമില്ലേ? അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വർഷിക്കുവാൻ ദൈവത്തിന് കഴിയാത്തത്. നാം ചെയ്യുന്നത് ഒരനുഗ്രഹമാകുന്നുവെങ്കിൽ അത് ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കുന്നതിനാൽ മാത്രമാണ് സുഹൃത്തെ. ഈ സത്യം ഒരിക്കലും നാം മറന്നു കളയരുത്. അവിടുന്ന് നമ്മിലൂടെ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നാം ഒന്നുമില്ല. ഇത് നാം ഓർക്കണം, എപ്പോഴും ഓർക്കണം. യോസഫ് ഈ കാര്യത്തെക്കുറിച്ച് അറിവുള്ളവനായിരുന്നു. അതുകൊണ്ട് അവൻ പറയുന്നു, ഞാനല്ല, ദൈവം തന്നെ ഫറവോന് ശുഭമായൊരു ഉത്തരം നൽകും. യോസഫ് പറഞ്ഞത്, ഇത് വ്യാഖ്യാനിക്കുവാൻ ഫറവോനെ എന്നെക്കൊണ്ടാവില്ല, ഞാനല്ല. ഫറവോൻ സ്വപ്നങ്ങൾ യോസഫിനോട് അറിയിക്കുന്നു. വാസ്തവത്തിൽ 2 ഭാഗങ്ങളുള്ള ഒരു സ്വപ്നമാകുന്നു ഇത്. ഇത് ഒരു സ്വപ്നമായി കരുതേണ്ടതാണ്. 25-ാം വാക്യത്തിലേക്കാണ് ഞാൻ ഇനിയും വരുന്നത്. അതിനിടയിലുള്ള ഭാഗങ്ങളൊക്കെ വായിച്ചാട്ടെ. അപ്പോൾ യോസഫ് ഫറവോനോട് പറഞ്ഞത്, ഫറവോന്റെ സ്വപ്നം ഒന്നു തന്നെ. താൻ ചെയ്യുവാൻ ഭാവിക്കുന്നത് ദൈവം ഫറവോന് വെളിപ്പെടുത്തിയിരിക്കുന്നു. യോസഫ് പറയുന്നത് സ്വപ്നം ഒന്നാകുന്നു എന്നത്രേ. രണ്ടും ഒരേ കാര്യമാണ് വെളിവാക്കുന്നത്. അതിൻ്റെ പ്രാധാന്യം കാണിക്കുവാനും അത് സംഭവിക്കും എന്നുള്ളത് ഉറപ്പാക്കുവാനുമാണ് 2 പ്രാവശ്യം ഇത് ഫറവോനോട് പറഞ്ഞത്. താൻ ചെയ്യുവാൻ പോകുന്നത് എന്താകുന്നു എന്ന് ഫറവോൻ അറിയണം. അതിനായിട്ടാണ് ഫറവോന് സ്വപ്നമുണ്ടായത്. അതിൻ്റെ വ്യാഖ്യാനം ഇതാ 26 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. 7 നല്ല പശു 7 സംവത്സരം, നല്ല കതിരും 7 സംവത്സരം. സ്വപ്നം ഒന്ന് തന്നെ. അവയുടെ പിന്നാലെ കയറി വന്ന മെലിഞ്ഞും വിരൂപമായുമുള്ള 7 പശുവും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞ് പതിരായുള്ള 7 പതിരും 7 സംവത്സരം. അവ ക്ഷാമമുള്ള 7 സംവത്സരമാകുന്നു. ദൈവം ചെയ്യുവാൻ ഭാവിക്കുന്നത് ഫറവോന് കാണിച്ചു തന്നിരിക്കുന്നു. അതാകുന്നു ഞാൻ ഫറവോനോട് പറഞ്ഞത്. മിസ്രയീം ദേശത്തൊക്കെയും ബഹു സുഭിക്ഷമായ 7 സംവത്സരം വരും. അത് കഴിഞ്ഞിട്ട് ക്ഷാമമുള്ള 7 സംവത്സരം വരും. അപ്പോൾ മിസ്രയീം ദേശത്ത് ആ സുഭിക്ഷതയൊക്കെയും മറന്നിരിക്കും. ക്ഷാമത്താൽ ദേശമൊക്കെയും ക്ഷയിച്ചു പോകും. പിൻവരുന്ന ക്ഷാമം അതികഠിനമായിരിക്കയാൽ ദേശത്തുണ്ടായിരുന്ന സുഭിക്ഷത അറിയാതെയായിപ്പോകും. വരുവാനുള്ള ഒരു കാര്യം ഇവിടെ പ്രവചിക്കുകയാണ്. 7 വർഷത്തെ സമൃദ്ധി ആദ്യമുണ്ടാകും, തുടർന്ന് 7 വർഷത്തെ ക്ഷാമം. 32-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഫറവോന് സ്വപ്നം 2 വട്ടമുണ്ടായതോ കാര്യം ദൈവത്തിന്റെ മുമ്പാകെ സ്ഥിരമായിരിക്കൊണ്ടും ദൈവം അതിനെ വേഗത്തിൽ വരുത്തുവാനിരിക്കൊണ്ടും ആകുന്നു. ക്ഷാമം ദൈവസന്നിധിയിൽ ഉറപ്പായിരിക്കുന്നു എന്ന് യോസഫ് പറയുന്നു. അത് ഫറവോൻ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. തുടർന്ന് യോസഫ് ഫറവോന് നൽകുന്ന ഉപദേശം ശ്രദ്ധിച്ചാൽ, വാസ്തവത്തിൽ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം മാത്രമേ ഫറവോൻ യോസഫിനോട് ആവശ്യപ്പെട്ടുള്ളൂ. എന്നാൽ ദൈവ നിയോഗപ്രകാരം യോസഫ് ഒരു ഉപദേശം കൂടി നൽകുന്നു. 33 മുതലുള്ള വാക്യങ്ങളിൽ, ആകയാൽ ഫറവോൻ വിവേകവും ജ്ഞാനവുമുള്ള ഒരുത്തനെ അന്വേഷിച്ച് മിസ്രയീം ദേശത്തിന് മേലധികാരി ആക്കി വയ്ക്കണം. അതുകൂടാതെ ഫറവോൻ ദേശത്തിന്മേൽ വിചാരകന്മാരെ ആക്കി സുഭിക്ഷതയുള്ള 7 സംവത്സരത്തിൽ മിസ്രയീം ദേശത്തിലെ വിളവിൽ 5-1 വാങ്ങേണം. ഈ വരുന്ന നല്ല സംവത്സരങ്ങളിലെ വിളവൊക്കെയും ശേഖരിച്ച് പട്ടണങ്ങളിൽ ഫറവോന്റെ അധീനത്തിൽ ധാന്യം സൂക്ഷിച്ചു വെക്കണം. ആ ധാന്യം മിസ്രയീം ദേശത്ത് വരുവാൻ പോകുന്ന ക്ഷാമമുള്ള 7 സംവത്സരത്തേക്ക് ദേശത്തിന് സംഗ്രഹമായിട്ടിരിക്കണം. എന്നാൽ ദേശം ക്ഷാമം കൊണ്ട് നശിക്കയില്ല. 37-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഈ വാക്ക് ഫറവോനും അവന്റെ സകല ഭൃത്യന്മാർക്കും ബോധിച്ചു.
തടവറയിൽ നിന്നും ഇപ്പോൾ വന്ന അടിമ രാജാവിന് നൽകുന്ന ഉപദേശം ശ്രദ്ധിച്ചോ? ഒരു ദൈവപൈതലിന്റെ ശരിയായ ലക്ഷണം ഇവിടെ വ്യക്തമായി കാണും. ദൈവം നൽകുന്നത് അതുപോലെ അറിയിക്കുക. ആരെയും പേടിക്കേണ്ടതില്ല. ആ സാഹചര്യം ഒന്ന് ചിന്തിച്ചു നോക്കുക. സമൃദ്ധിയുടെ വർഷങ്ങളിൽ കഴിവുള്ളിടത്തോളം ധാന്യം ശേഖരിച്ചു വെക്കുവാൻ യോസഫ് ഫറവോനോട് നിർദ്ദേശിക്കുന്നു. ദൈവത്തിന്റെ വഴികൾ എത്ര വ്യക്തമാണ്. 38 വാക്യത്തിൽ നാം കാണുന്നത്, ഫറവോൻ തന്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. പിന്നെ ഫറവോൻ യോസഫിനോട്, ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെപ്പോലെ വിവേകവും ജ്ഞാനവുമുള്ളവൻ ഒരുത്തനുമില്ല. നീ എന്റെ ഗ്രഹത്തിന് മേലധികാരിയാകും. നിന്റെ വാക്ക് എന്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു. 41 വാക്യം, ഇതാ മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരി ആക്കിയിരിക്കുന്നു എന്നും ഫറവോൻ യോസഫിനോട് പറഞ്ഞു. ഈ സംഭവത്തിന്റെ പ്രസക്തി ഒന്ന് ചിന്തിച്ചേ. ആരംഭത്തിൽ ഈ ചെറുപ്പക്കാരൻ ആ തടവറയിൽ തള്ളപ്പെട്ടവനായി, മറക്കപ്പെട്ടവനായി, ആരോരുമില്ലാതെ, ആരാലും ഗണ്യമാക്കാതെ ഏകനായി കഴിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ആ തക്ക സമയത്ത് അവനെ ഫറവോന്റെ മുമ്പിൽ കൊണ്ടുവരുന്നു. ആർക്കും ഫറവോന്റെ സ്വപ്നം വ്യാഖ്യാനിക്കുവാൻ സാധിക്കാതെ വന്നപ്പോൾ അവൻ സ്വപ്നം വ്യാഖ്യാനിക്കുക മാത്രമല്ല, ആ ഉത്സാഹത്തിൽ അവൻ കഴിവുള്ളവനായിരുന്നതിനാൽ ഫറവോൻ എന്തു ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യും. ഇവിടെയെല്ലാം ദൈവം യോസഫിനെ നയിക്കുന്നു എന്നത് തീർച്ചയാണ്. ഭൂമിയെ മുഴുവൻ ബാധിക്കുന്ന ഒരു ക്ഷാമമുണ്ടാകുവാൻ പോകുന്നു. മിസ്രൈമിനെ പോലും ബാധിക്കത്തക്കവണ്ണം ആ ക്ഷാമം അത്ര കഠിനമായിരിക്കും. ഞാൻ മിസ്രൈമിനെ പോലും എന്ന് പറഞ്ഞതിന് കാരണമുണ്ട്. മിസ്രൈമിലെ കൃഷി മഴയെ ആശ്രയിച്ചായിരുന്നില്ല. ജലസേചനം വളരെ ഭംഗിയായി നിർവഹിക്കപ്പെട്ടിരുന്ന ഒരു രാജ്യമായിരുന്നു ഈ മിസ്രൈം, ഈജിപ്റ്റ്. മധ്യ ആഫ്രിക്കയിൽ നിന്നും ഉത്ഭവിക്കുന്ന നൈൽ നദിയിലെ ജലമായിരുന്നു മിസ്രൈമ്യർ ഉപയോഗിച്ചിരുന്നത്. അതിന് ക്ഷാമമുണ്ടാകാറില്ലായിരുന്നു. മഴ ലഭിക്കുന്നതിനനുസരിച്ചാണെങ്കിൽ മിസ്രൈമിൽ എന്നും ക്ഷാമമായിരുന്നേനെ. കാരണം ഒരു നല്ല വർഷം 1 ഇഞ്ച് മഴയിൽ കൂടുതലൊന്നും അവിടെ ലഭിക്കാറില്ല. നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ 1-2 മണിക്കൂറുകൾ കൊണ്ട് അത്രയും മഴ ലഭിക്കും. എന്നാൽ എല്ലാ വർഷവും നീലനദി കരകവിഞ്ഞൊഴുകാറുണ്ട്. വെള്ളം മാത്രമല്ല, മണ്ണിനെ ഫലഭൂഷ്ടിയുള്ളതാക്കുന്ന ധാരാളം എക്കലും ഈ നദി കൊണ്ടുവരും. എന്തായിരുന്നാൽ തന്നെയും ദൈവം ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് നൽകുന്നു. അതായത് മിസ്രൈമിനെ പോലും ബാധിക്കുന്ന 7 വർഷത്തെ ക്ഷാമമുണ്ടാകുവാൻ പോകുന്നു. ഫറവോൻ യോസഫിനെ ശ്രദ്ധിച്ചിട്ട് അവൻ പറയുന്നതെല്ലാം ശരിയാണെന്ന് തോന്നി. അതെല്ലാം അംഗീകരിക്കുവാൻ ഫറവോൻ തയ്യാറാകുന്നു. പലപ്പോഴും ഭാവിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടും പ്ലാനും പദ്ധതിയും ഇല്ലാത്തവർ ഭരിക്കുവാൻ കയറിപ്പറ്റുന്നതാണ് ഇന്നത്തെ പരാജയം. പലർക്കും എങ്ങനെയെങ്കിലും 5 വർഷം ഭരിക്കണം, സ്വന്തം കാര്യങ്ങൾ കാണണം എന്ന ചിന്ത മാത്രമാണുള്ളത്. അതുകൊണ്ടെന്താ, ഒരു പാർട്ടിയുടെ ഭരണം കഴിയുമ്പോൾ ഖജനാവ് കാലിയായി എന്ന മുറവിളി മാത്രം. പിന്നെ ഖജനാവിൽ വല്ലതും ഇടുവാൻ ശ്രമിക്കുമ്പോഴേക്കും അടുത്ത പാർട്ടിയുടെ കാലാവധി കഴിയും. വരൾച്ചയാൽ ജനങ്ങൾ കഷ്ടപ്പെടും, വർഷമായാലും ജനങ്ങൾ കഷ്ടപ്പെടും. പിന്നെ എന്നാണ് കഷ്ടപ്പാടില്ലാത്തത്? അങ്ങനെ ഒരു കാലം ഇല്ലെന്നുള്ളതാണ് സത്യം. നമ്മുടെ നാട്ടിൽ എന്നും ദുരിതമനുഭവിക്കുവാൻ മാത്രം ജീവിക്കുന്ന ജനങ്ങൾ. ഈ വരൾച്ചയും വെള്ളപ്പൊക്കവും എല്ലാം എല്ലാ വർഷവും ഉള്ളതല്ലേ? എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുമ്പോൾ ജനങ്ങൾ ദുരിതം അനുഭവിക്കാതിരിക്കത്തക്കവണ്ണം മുൻകൂട്ടി കണ്ട് വല്ലതും ചെയ്യുന്നില്ല? അതിനുള്ള മനസ്സില്ല എന്നതാണ് സത്യം. കയറി കിട്ടിയപ്പോൾ എങ്ങനെയെങ്കിലും സ്വന്തം പാർട്ടിയെ ശക്തിപ്പെടുത്തണം, സ്വന്തം കുടുംബം ശക്തിപ്പെടുത്തണം. അടുത്ത പ്രാവശ്യം കയറാൻ പറ്റിയില്ലെങ്കിൽ ഉണ്ടാക്കാവുന്നത്രയും ഉണ്ടാക്കണം. എന്നാൽ ഇവിടെ നോക്കിക്കേ, അടുത്ത 14 വർഷം എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് ഇവിടെ യോസഫ് ഫറവോനോട് പറയുന്നു. യോസഫിനേക്കാൾ ഭംഗിയായി ഈ സ്ഥാനം ഏറ്റെടുക്കുവാൻ കഴിവുള്ള വേറെ ആരാണുള്ളത്? യോസഫ് കഴിവുള്ള ഒരു വ്യക്തിയാണെന്ന് ഫറവോൻ അംഗീകരിച്ചു. പൊത്തിഫേറിന്റെ ഭവനത്തിൽ ദൈവം യോസഫിനെ പരിശീലിപ്പിച്ചത് അതേതാണ്ട് 10 വർഷത്തോളം ഉണ്ടായിരുന്നു എന്നത് കണക്ക് കൂട്ടുമ്പോൾ നമുക്കറിയാം. ആ
പരിശീലനം എപ്രകാരമായിരുന്നു എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? എന്തിനാണ് അവനെ ഒരു അടിമയായി അവിടെ കൊണ്ടാക്കിയതെന്നറിയാമോ? അതെ, പരിശീലിപ്പിക്കുവാൻ. അതിനുശേഷം അവനെ തടവറയിൽ കൊണ്ടാക്കിയത് എന്തിനാണെന്നറിയാമോ? ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ. ഇതെല്ലാം ദൈവാധീനത്തിൽ സംഭവിച്ചതാണ്. ദൈവം തന്നെ ആ ഭവനത്തിലേക്ക് പോകുവാൻ എന്തുകൊണ്ട് യോസഫിനെ അനുവദിച്ചു എന്ന് നിങ്ങൾ ഇതിനു മുൻപ് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മനസ്സിലായോ? പൊത്തിഫേറിന്റെ ഭവനത്തിൽ ആ വീടിന്റെയും മറ്റും ചുമതല ഏറ്റെടുത്ത് നടത്തുക വഴി ഒരു നല്ല പരിശീലനമായിരുന്നിരിക്കണം യോസഫിന് ലഭിച്ചത്. പൊത്തിഫേറിനുണ്ടായിരുന്ന സകലത്തിന്റെയും ചുമതല യോസഫിനായിരുന്നല്ലോ. പൊത്തിഫേർ തന്നെ അകമ്പടി നായകനായിരുന്നല്ലോ. അവനിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകും യോസഫ്. ഇപ്പോഴിനിയും മിസ്രയീം ദേശത്തുള്ള സകലത്തിന്റെയും ചുമതല യോസഫിന് ലഭിക്കുവാൻ പോകുകയാണ്. യോസഫിന്റെ ജീവിതത്തിലെ അതിമഹത്തായ ഒരു മാറ്റമാകുന്നു ഇവിടെ നാം കാണുന്നത്. അവൻ ആ തടവറയിൽ നിന്നും കൊട്ടാരത്തിൽ ഫറവോന് തൊട്ട് താഴെയുള്ള സിംഹാസനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരൊറ്റ നിമിഷം കൊണ്ട് അവൻ കടന്നുപോയ ആ പഴയ ദുഃഖകാലങ്ങളെല്ലാം പഴങ്കഥയായി മാറി. 42 വാക്യത്തിലേക്ക് നോക്കിക്കാട്ടെ. ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മുദ്രാമോതിരം ഊരി യോസഫിന്റെ കൈക്കിട്ടു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഒരു സ്വർണ സരപ്പളിയും അവന്റെ കഴുത്തിലിട്ടു. മുദ്രാമോതിരം ഫറവോൻ യോസഫിന് നൽകി. അതിന്റെ അർത്ഥം ഫറവോൻ യോസഫിനെ തന്റെ പ്രതിനിധി ആക്കുകയാകുന്നു എന്നത്രേ. രാജാവിന്റെ മുദ്ര ഉപയോഗിച്ച് ഒപ്പുവെക്കുവാൻ അധികാരമുള്ളവനത്രേ ഇപ്പോൾ യോസഫ്. 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, തന്റെ 2-ാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവീൻ എന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു. ഇങ്ങനെ അവനെ മിസ്രയീം ദേശത്തിനൊക്കെയും മേലധികാരിയാക്കി. പിന്നെ ഫറവോൻ യോസഫിനോട്, ഞാൻ ഫറവോനാകുന്നു, നിന്റെ കൽപ്പന കൂടാതെ മിസ്രയീം ദേശത്തെങ്ങും യാതൊരുത്തനും കയ്യോ കാലോ അനക്കുകയില്ല എന്ന് പറഞ്ഞു. ഫറവോൻ യോസഫിന് സാപ്നത്ത് പനേഹ് എന്ന് പേരിട്ടു. ഓനിലെ പുരോഹിതനായ പൊത്തിഫേറയുടെ മകൾ ആസ്നത്തിനെ അവന് ഭാര്യയായി കൊടുത്തു. പിന്നെ യോസഫ് മിസ്രയീം ദേശത്ത് സഞ്ചരിച്ചു. എത്ര വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്! ചിന്തിക്കുവാൻ പോലും പ്രയാസം. സാപ്നത്ത് പനേഹ് എന്ന പേരിനേക്കാൾ എനിക്കിഷ്ടം യോസഫ് എന്ന് വിളിക്കാനാണ് കേട്ടോ. എന്നാൽ ഫറവോൻ അവന് നൽകിയ പേരതാണ്, സാപ്നത്ത് പനേഹ്. അതിന്റെ അർത്ഥം രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവൻ എന്നത്രേ. ഏതെങ്കിലും വീട്ടിലെ രഹസ്യം മറ്റൊരു വീട്ടിൽ കൊണ്ടു കൊടുക്കുന്ന ആളിനെ അങ്ങനെ വിളിക്കാമോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്കിഷ്ടമുള്ളത് വിളിച്ചു. 46-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യോസഫ് മിസ്രയീം രാജാവായ ഫറവോന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അവന് 30 വയസ്സായിരുന്നു. യോസഫ് ഫറവോന്റെ സന്നിധാനത്തിൽ നിന്ന് പുറപ്പെട്ട് മിസ്രയീം ദേശത്തൊക്കെയും സഞ്ചരിച്ചു. ഇവിടെ യോസഫിന്റെ പ്രായം വീണ്ടും പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചോ? അതുകൊണ്ട് നമുക്ക് മനസ്സിലാകും ഇതിനോടകം യോസഫ് മിസ്രയീമിൽ 13 വർഷങ്ങൾ ചെലവഴിച്ചു കഴിഞ്ഞു എന്ന്. അതിൽ 2 വർഷങ്ങൾ അവൻ തടവറയിൽ കഴിഞ്ഞു. ആ അപ്പക്കാരുടെ പ്രമാണിക്കും പാനപാത്രവാഹകരുടെ പ്രമാണിക്കും അവരുടെ സ്വപ്നത്തിന്റെ അർത്ഥം വിവരിച്ചു കൊടുത്തതിന് ശേഷം യോസഫ് 2 വർഷം കൂടി ജയിലിൽ കഴിഞ്ഞു. ചിലപ്പോൾ ഈ സ്വപ്നം വിവരിക്കുന്നതിന് മുൻപ് 1 വർഷമെങ്കിലും തടവറയിൽ കഴിഞ്ഞു കാണും. അതിന്റെ അർത്ഥം യോസഫ് 10 വർഷത്തോളം പൊത്തിഫറിന്റെ ഭവനത്തിലായിരിക്കും ചെലവഴിച്ചത് എന്നത്രേ. അങ്ങനെ വരുമ്പോൾ അവൻ മിസ്രയീമിൽ ചെലവഴിച്ച കാലഘട്ടം വേർതിരിക്കുവാൻ നമുക്ക് പ്രയാസമില്ല. യോസഫിനെ പെട്ടെന്ന് തന്നെ ഫറവോൻ അംഗീകരിച്ചതിന് പ്രായോഗികമായ മറ്റൊരു കാരണം കൂടി കണ്ടേക്കാം. അതായത് യോസഫ് വിശ്വസ്തനായൊരു വ്യക്തിയായിരുന്നു. താൻ ഇതിനു മുൻപ് ആയിരുന്നിടത്തൊക്കെ അത് തെളിയിച്ചിട്ടുള്ളതാണ്. തന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നു എന്ന ഉറപ്പ് ആ ജീവിതത്തിൽ വ്യക്തമായിരുന്നു. താൻ ആരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുവോ അവിടെല്ലാം വിശ്വസ്തനായിരിക്കുവാൻ ദൈവത്തിലുള്ള അവന്റെ ആശ്രയം അവനെ സഹായിച്ചു. തന്റെ ജോലിയിൽ അവൻ വിശ്വസ്തനായിരുന്നു. കാരണം ദൈവം അത് കാണുന്നു എന്നവൻ വിശ്വസിച്ചു. ഫറവോൻ യോസഫിന്റെ കഴുത്തിൽ സ്വർണ സരപ്പളി ധരിപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചോ? അതുമൂലം വ്യക്തമാകുന്നത് ഫറവോൻ ഉണ്ടായിരുന്ന അതേ അധികാരം അവൻ യോസഫിന് നൽകുന്നു എന്നതാണ്. ഫറവോൻ യോസഫിനെ ഓനിലെ പുരോഹിതനായ പൊത്തിഫേറയുടെ മകൾ ആസ്നത്തുമായി വിവാഹം കഴിപ്പിച്ചു. ആസ്നത്ത് എന്ന പേരിന്റെ അർത്ഥം നെത്തിന് സമർപ്പിക്കപ്പെട്ടത് എന്നത്രേ. നെത്ത് ഒരു മിസ്രയീം ദേവതയാണ്.
അവൾ വിജാതീയ ആചാരങ്ങളിൽ നിന്ന് തന്നെ വന്നവളായിരുന്നു എന്നതാണ് ഇവിടുത്തെ അർത്ഥം. യോസഫിന്റെ ജീവിതത്തിലെ ഈ സംഭവം യേശുക്രിസ്തുവിന്റെ ജീവിതവുമായുള്ള വേറൊരു സാമ്യം നമുക്ക് കാണിച്ചു തരുന്നു. യോസഫിനൊരു വിജാതീയ മണവാട്ടിയെ ലഭിച്ചു. കർത്താവായ യേശുക്രിസ്തു തനിക്കായി ജാതികളിൽ നിന്നും ഒരു മണവാട്ടിയെ വിളിച്ചിറക്കിക്കൊണ്ടിരുന്നു, അതേ സഭയെ. ഇതേ വാക്യത്തിൽ വേറൊരു സാമ്യം കൂടി കാണുവാൻ കഴിയുന്നുണ്ട്. യോസഫ് ഫറവോന്റെ മുൻപാകെ നിന്നപ്പോൾ അവന് 30 വയസ്സായിരുന്നു. യേശു കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത് 30 വയസ്സുള്ളപ്പോൾ ആയിരുന്നു. അങ്ങനെ തന്റെ 30ാമത്തെ വയസ്സിൽ യോസഫ് മിസ്രൈമിൽ ഈ വലിയ ചുമതല ഏറ്റെടുക്കുന്നു. ആദ്യത്തെ സമൃദ്ധിയുടെ 7 വർഷം യോസഫ് ഭണ്ഡാരശാലകളിൽ വളരെയേറെ ധാന്യം കരുതി വെക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. അങ്ങനെ സമൃദ്ധിയുടെ 7 വർഷങ്ങൾ കഴിഞ്ഞു. ഇനിയും ഇപ്പോൾ ക്ഷാമം ആരംഭിക്കുകയായി. ഈ പറഞ്ഞ സമയത്ത് യോസഫിന് 37 വയസ്സ് പ്രായമുണ്ട്. പലപ്പോഴും കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവം കൈവിട്ടു എന്ന് കരുതി പതറിയിരിക്കുന്ന പ്രിയ സുഹൃത്തെ, അധികം പ്രയോജനപ്പെടുവാൻ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ അനുവദിക്കുകയാകുന്നു എന്ന് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് വലിയ ഉദ്ദേശങ്ങളുണ്ട്. അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുന്ന് ആയിരങ്ങൾക്ക് പ്രയോജനമുള്ള അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ എന്തിനു മടിക്കുന്നു? ഒരു കാര്യം മറക്കരുത്, ഏത് സാഹചര്യത്തിലാണെങ്കിലും ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ പ്രത്യേകം ഓർത്തുകൊള്ളണം. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഉന്നതമായ ഉദ്ദേശങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? എന്നാൽ അതനുസരിച്ച് ഇനിയും മുൻപോട്ട് പോകാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ വചനത്തിലൂടെ അവിടുത്തെ കരുതലിനെക്കുറിച്ച് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. ഇന്ന് വചനം ശ്രദ്ധിച്ച എല്ലാവരും നിന്നിൽ പ്രോത്സാഹനം കൈക്കൊള്ളുവാൻ അവിടുന്ന് സഹായിക്കണമേ. നിന്റെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ ദൈവ സാന്നിധ്യം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ.